നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലയാള മാധ്യമ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി മാതൃഭാഷ അവകാശ ജാഥയ്ക്ക് തുടക്കം. അവകാശ ജാഥ സംഘടിപ്പിക്കുന്നത് ഐക്യ മലയാള പ്രസ്ഥാനം. കാഞ്ഞങ്ങാട് ബ്ലോക്ക് ക്ഷീരസംഗമത്തിന് സമാപനം. സംഗമം ഉദ്ഘാടനം ചെയ്തത് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ത്രിവേണി കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കേരളീയ സമൂഹത്തിൽ സമാന്തര കോളേജുകൾക്ക് നിർണായക സ്ഥാനമാണുള്ളതെന്ന് ഉദ്ഘാടകൻ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. വികലാംഗർക്കും സ്ത്രീകൾക്കുമായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ സംഘടിപ്പിച്ചത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റും പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായി. കാസർഗോഡ് മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ. വിശദമായ റിപ്പോർട്ട് നൽകാൻ മന്ത്രിയുടെ ഉത്തരവ്. കോടോംബേളൂരിൽ യുവതി തലക്കടിയേറ്റു കൊല്ലപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അറസ്റ്റിൽ. അമിത വേഗത നിയന്ത്രിക്കാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയിൽ 10 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഉത്തരവായി. ക്യാമറ സ്ഥാപിക്കുന്നത് കെൽട്രോണിന്റെ സഹായത്തോടെ. വിശദമായ വാർത്തകളിലേക്ക്. മലയാള ഭാഷയെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഐക്യ മലയാള പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മാതൃഭാഷ അവകാശ ജാഥ പ്രയാണം ആരംഭിച്ചു. ഒക്ടോബർ 30-ന് ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. കേരളത്തിന്റെ ഭരണവും വിദ്യാഭ്യാസവും കോടതിയും മലയാളത്തിലാക്കണമെന്ന ആവശ്യം മുൻനിർത്തി നിരവധി പ്രക്ഷോഭങ്ങൾക്കും ഇടപെടലുകൾക്കും നേതൃത്വം നൽകിയിട്ടുള്ള മാതൃഭാഷാ കൂട്ടായ്മയായ ഐക്യ മലയാള പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് മാതൃഭാഷ അവകാശ ജാഥ സംഘടിപ്പിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാരിൽ തന്നെ പലരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് കുഴപ്പമില്ല, പക്ഷെ എന്ത് വേണം? നിങ്ങളുടെ തീരുമാനത്തിന്റെ ജഡ്ജ്മെന്റിന്റെ കോപ്പി എല്ലാം മാതൃഭാഷയിൽ ലഭ്യമാക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പോകുന്ന ആളുകൾക്ക് ഇത് ഈ കാര്യങ്ങൾ അറിയാം? മലയാള മാധ്യമ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക, തൊഴിൽ പരീക്ഷകളും പ്രവേശന പരീക്ഷകളും മലയാളത്തിൽ കൂടി എഴുതുവാൻ അനുവദിക്കുക, കോടതി ഭാഷ മലയാളമാക്കുക, 1-ാം ഭാഷാ ഉത്തരവ് പൂർണ്ണമായും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിച്ചത്. ജാഥ കോർഡിനേറ്റർ ഡോക്ടർ VP മാർക്കോസ് ജാഥയെക്കുറിച്ചും ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. നമ്മുടെ കുട്ടികളെ അവരുടെ മാതൃഭാഷയിൽ വിദ്യാഭ്യസിപ്പിക്കണമെന്നുള്ളത് അവരുടെ അവകാശമാണ്. അവിടെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യഭാഷയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ അവകാശങ്ങളാണ് ഹനിക്കപ്പെടുന്നത്. ഡോക്ടർ P. പവിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാഷാ സാഹിത്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെയും ക്ഷീരവികസന സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് ക്ഷീരകർഷക സംഗമം നടന്നു. രാവണേശ്വരം മാക്കി NP സ്കൂളിൽ നടന്ന സംഗമം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പിന്റെയും കാഞ്ഞങ്ങാട് ക്ഷീരവികസന ബ്ലോക്കിലെ ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെയും മിൽമയുടെയും സഹകരണത്തോടെയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം നടന്നത്. രാവണേശ്വരം മാക്കി LP സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരിപാടി റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആ ക്ഷീരമേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ നമ്മുടെ ഗവൺമെന്റുകൾ മുന്നോട്ട് വരുന്നു, അല്ലെങ്കിൽ അതിന് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ മെച്ചമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന ഒരു അനുകൂലമായ ഘടകമൊക്കെ നമുക്കുണ്ട്. പഴയകാലത്ത് അതുപോലും നമുക്ക് ചിലപ്പോൾ വേണ്ടത്രയില്ല. നാട്ടുവൈദ്യന്മാരാൽ ശുശ്രൂഷിക്കപ്പെടുന്ന കന്നുകാലികളായിരുന്നു നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കേരളപ്പിറവിക്ക് മുമ്പുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ എടുത്ത കണങ്ങൾ. K. കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിച്ചു. ക്ഷീരവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജോഷി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്കിലെ ക്ഷീരസംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. ഗൗരി ആദരിച്ചു. ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകനെ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P. ദാമോദരനും കർഷകയെ പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ S. നായരും പാൽ സംഭരിച്ച സംഘത്തെ പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് P. ഇന്ദിരയും ഗുണമേന്മയുള്ള പാൽ സംഭരിച്ച ക്ഷീരസംഘത്തെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരുണാകരൻ കുന്നത്തും ആദരിച്ചു. ഇന്ദിരാ ബാലൻ, P. ശാന്തകുമാരി, P. ശകുന്തള എന്നിവർ കന്നുകാലി പ്രദർശനത്തിൽ വിജയിച്ചവരെ ആദരിച്ചു. വിശ്വം ചക്രപാണി, ഗോവിന്ദൻ പള്ളിക്കാപ്പൽ, M. ബാലകൃഷ്ണൻ, P. കുഞ്ഞിരാമൻ, K. മാധവൻ, P. ബാലകൃഷ്ണൻ, M. കുഞ്ഞമ്പാടി, TV കരിയൻ, കുമാരൻ നായർ, K. രവീന്ദ്രൻ, PR ബാലകൃഷ്ണൻ, K. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാനഗറിൽ പ്രവർത്തിച്ചു വരുന്ന ത്രിവേണി കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഖ്യാതി നേടിയ ത്രിവേണി കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കാണ് ശനിയാഴ്ച തുടക്കം കുറിച്ചത്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ അധ്യാപകന്റെ കഴിവുകളുടെ ഏറ്റവും പ്രകടമായ ലക്ഷണം ഏറ്റവും വലിയ പ്രതിഭകളെ കണ്ടെത്തുക എന്നതാണ്. നാം സാധാരണ കാണാറുള്ള രണ്ട് കണ്ണിനും അപ്പുറത്തൊരു ഉൾക്കാഴ്ചയോടെ മൂന്നാം കണ്ണ് തുറന്ന് തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ കാണാൻ, അവരിലെ പ്രത്യേകതകൾ കാണാൻ, അവരുടെ സിദ്ധികൾ കണ്ടെത്താൻ, അവരുടെ വൈഭവങ്ങൾ കണ്ടറിയാൻ, അവരെ പ്രതിഭകളായി ഉയർത്താൻ, ജന്മസിദ്ധമായ വാസനകൾ കണ്ടറിഞ്ഞവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വലിയ നിരയാണ് നമ്മുടെ ഇന്നോളം ഉണ്ടായിട്ടുള്ള അധ്യാപകരുടെ നിര. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളും അധ്യാപകരും വിളംബര യാത്ര നടത്തിയിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികലാംഗരുടെയും ക്ഷേമം സംബന്ധിച്ച് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സെമിനാർ സബ് കളക്ടർ മൃണ്മയ് ജോഷി ഉദ്ഘാടനം ചെയ്തു. For whom some special efforts are to be needed on the part of society as well as from the part of the government. And as a part, but they belong to our very same society. They belong to the very same society of which we are a part of. Hence, for them, we know our constitution has enacted special provisions for the protection of women, children, senior citizens as well as differently abled. And as a part of giving effect to the same provisions, we have effected several laws. But the awareness about these laws is less. The awareness about the implementation of these laws is less, as well as the reporting about the crimes happening or the events happening in our own society is not very sensitive. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ.വി. സുഗതൻ അധ്യക്ഷത വഹിച്ചു. സബ് ജഡ്ജി ഫിലിപ്പ് തോമസ്, പ്രസ് ക്ലബ് സെക്രട്ടറി രവീന്ദ്രൻ രാവണീശ്വരം, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ എം. മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. നിയമസുരക്ഷയും സ്ത്രീ വികലാംഗ സംരക്ഷണവും എന്ന വിഷയത്തിൽ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ പി. സുലജയും സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളും പരിഹാര നടപടികളും കുട്ടികളുടെ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ചൈൽഡ് ലൈൻ നോഡൽ കോർഡിനേറ്റർ അനീഷ് ജോസും ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കാസർഗോഡ് മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർദ്ദേശിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറോടും മത്സ്യഫെഡ് മാനേജറോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജില്ലയിലെ മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചേർന്ന യോഗത്തിലാണ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച മത്സ്യവില്പന കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ അതിദയനീയമാണ്. ഒരു മത്സ്യ മാർക്കറ്റിന് അത്യാവശ്യമായി വേണ്ടുന്ന ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ കൊതുകുകൾ അനുദിനം പെറ്റുപെരുകുന്നു. മീൻ വാങ്ങാനെത്തുന്നവർ ഇവിടെ നിന്ന് ഇറങ്ങുന്നതുവരെയും മൂക്കുപൊത്തിയാണ് കഴിച്ചുകൂട്ടുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക കാര്യത്തിനായി ശൗചാലയം പോലും ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന വഴിയിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ചാക്കിലാക്കി കൂട്ടിയിരിക്കുകയാണ്. ഇവയിൽ നിന്നും ദുർഗന്ധം വമിക്കുകയാണ്. 200ഓളം വിൽപ്പനക്കാരുള്ള ഇവിടെ മുഴുവൻ പേർക്കും കച്ചവടം നടത്താൻ സാധിക്കുന്നില്ല. കുറെ കച്ചവടക്കാർ കെട്ടിടത്തിന്റെ വെളിയിലാണ് കച്ചവടം നടത്തുന്നത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം അലയടിക്കുകയാണ്. മന്ത്രിക്ക് ലഭിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്സ്യവിപണന കേന്ദ്രത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തേടിയത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി. കാലിച്ചാനടുക്കത്താണ് നാടിനെ നടുക്കിയ കൊലപാതകം അരങ്ങേറിയത്. കാലിച്ചാനടുക്കത്തെ അമ്പാടിയുടെ ഭാര്യ കെ നാരായണിയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത്. ഉറങ്ങിക്കിടന്ന നാരായണിയെ അമ്പാടി തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കുടുംബപരമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി ഇരുവരും ചില പ്രശ്നങ്ങളെ ചൊല്ലി വഴക്കിടുകയുണ്ടായി. നാരായണി കൊല്ലപ്പെട്ട വിവരം മക്കളാണ് പരിസരവാസികളെ അറിയിച്ചത്. വിവരമറിഞ്ഞ് ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ്, കാഞ്ഞങ്ങാട് DSP പി.കെ. ദാമോദരൻ, ബേക്കൽ CI വിശ്വംഭരൻ, അമ്പലത്തറ SI പി. രാജഗോപാലൻ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. അമിത വേഗത നിയന്ത്രിക്കുന്നതിന് കാസർഗോഡ് ചന്ദ്രഗിരി കാഞ്ഞങ്ങാട് ദേശീയപാതയിൽ 10 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. കെൽട്രോണിന്റെ സഹായത്തോടെയാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ കാസർഗോഡ് ചന്ദ്രഗിരി കാഞ്ഞങ്ങാട് ദേശീയപാതയിൽ 45 വാഹന അപകടങ്ങളാണ് ഉണ്ടായത്. വാഹനാപകടത്തിൽ 14ഓളം ആളുകളാണ് മരിച്ചത്. ബാരിക്കേഡ് ഉപയോഗിച്ച് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനും ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് വേഗത പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മേഖലകളിൽ കൂടുതൽ ട്രാഫിക് സൈൻ ബോർഡുകൾ സ്ഥാപിക്കും. ഇതുവഴിയുള്ള അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നടപടികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മേഖലയെ അപകട വിമുക്തമാക്കാൻ ഡ്രൈവർക്ക് ബോധവൽക്കരണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്.
നിയമസഭയിൽ ഉദുമ MLA കെ കുഞ്ഞിരാമന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറഞ്ഞ ഗതാഗത മന്ത്രി AK ശശീന്ദ്രനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ ദശപുഷ്പ ഔഷധ സസ്യ ഉദ്യാനത്തിന് തുടക്കമായി. ജീവനം പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഉദ്യാനം തയ്യാറാക്കിയത്. ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ M രാജീവൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ മക്കൾക്ക്, അതായത് മനുഷ്യരെല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതി തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൂടാതെ അത്യാഗ്രഹം കൊണ്ട് മാത്രമാണ് മനുഷ്യൻ എന്ന വർഗം ഇതിലേക്ക് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നശിപ്പിക്കാൻ നോക്കുന്നത്. ജീവനം പ്രാദേശിക കൃഷി ശാസ്ത്രജ്ഞൻ ദിവാകരൻ നീലേശ്വരം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്വാമി വിവിക്താനന്ദ സരസ്വതി പരിപാടിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിൽ ജീവനം പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി നടന്ന ദശപുഷ്പ ഔഷധ സസ്യ സംരക്ഷണ പരിപാടി സമ്മേളനത്തിന് വേറിട്ട മാതൃകയാവുകയാണ്. ബദിയടുക്ക കിന്നിങ്ക സുള്യ പദവ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഭാരതീയ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു. യുവമോർച്ച കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. വാഹനങ്ങളുടെ ടയറിലെ കാറ്റഴിച്ചു വിട്ടുകൊണ്ട് നടന്ന സമരം BJP സംസ്ഥാന കമ്മിറ്റി അംഗം രവീശ തന്ത്രി കുണ്ടാർ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് അവിനാഷ് റൈ അധ്യക്ഷത വഹിച്ചു. ബദിയടുക്ക മീത്തലെ ബസാർ വിദ്യാഗിരി റോഡിലായിരുന്നു സമരം. BJP യുവമോർച്ച നേതാക്കളായ സുമിത് രാജ്, സുദാമ ഗോസാഡ, ധനഞ്ജയ മധൂർ, പ്രമീള, M നാരായണ ഭട്ട്, V ബാലകൃഷ്ണ ഷെട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ബദിയടുക്ക, ഏത്തടുക്ക, കിന്നിങ്കാർ, സുള്യ പദവ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇനി MLA ഉപരോധിക്കുക. ശ്രീമാൻ NA നെല്ലിക്കുന്നും അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA അബ്ദുൾ റസാഖും അവർ ഈ റോഡിൻ്റെ അനാസ്ഥയെ അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ ഞങ്ങൾ MLA ഉപരോധിക്കും. പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിന്റെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് BJPയുടെ നേതൃത്വത്തിൽ പമ്പിംഗ് സമരവും ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഓഫീസ് സമരവും സംഘടിപ്പിച്ചിരുന്നു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കാഞ്ഞങ്ങാട്ട് ആധുനിക സൗകര്യങ്ങളോടെ സിനിമാ തിയേറ്റർ നിർമ്മിക്കുന്നു. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു. സംസ്ഥാനത്ത് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിൽ അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള 150 തിയേറ്ററുകൾ നിർമ്മിക്കുന്നു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD ലെനിൻ രാജേന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു. ഒരു കോംപ്ലക്സിൽ 2 തിയേറ്ററുകൾ പണിയാനാണ് ലക്ഷ്യമിടുന്നത്. ഹോസ്റ്റൽകോട്ടയുടെ പരിസരം, പുതിയ കോട്ടയിലെ പഴയ പോലീസ് ക്വാർട്ടേഴ്സ് പരിസരം, നഗരസഭാ ടൗൺ ഹാളിന്റെ പരിസരം തുടങ്ങിയ ഇടങ്ങളിലും സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. നഗരസഭാ ചെയർമാൻ BV രമേശൻ, വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉണ്ണികൃഷ്ണൻ, മഹമ്മൂദ് മുറൈനാവി തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. സ്ഥലം ലഭ്യമായാൽ 3 മാസത്തിനകം തിയേറ്റർ പണിയാനാണ് തീരുമാനം. കാഞ്ഞങ്ങാട്ട് ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് അധികൃതർ റെയ്ഡ് നടത്തി. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. കാഞ്ഞങ്ങാട് നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ വെള്ളിയാഴ്ച ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നു. ദിവസങ്ങളോളം പഴക്കമുള്ള ഭക്ഷണ സാധനങ്ങളാണ് സംഘം പിടിച്ചെടുത്തത്. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ അജയകുമാർ, JHI വേലായുധൻ, K മധു, ബീന എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഏറെ പഴകിയ അച്ചാർ മുതൽ ബിരിയാണി വരെയുള്ള ഭക്ഷണ സാധനങ്ങൾ സംഘം കണ്ടെത്തുകയുണ്ടായി. പോരായ്മകൾ പരിഹരിച്ച് കാസർഗോഡ് കസബ മത്സ്യബന്ധന തുറമുഖം ജനുവരിയോടെ തുറക്കുമെന്ന മന്ത്രിയുടെ പ്രസ്താവന നാട്ടുകാരെയും തൊഴിലാളികളെയും ആഹ്ലാദത്തിലാക്കിയിരിക്കുകയാണ്. പണി പൂർത്തിയായി 1 വർഷമായിട്ടും മത്സ്യബന്ധന തുറമുഖം തുറന്നുകൊടുക്കാത്തതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു. നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് വള്ളങ്ങൾക്ക് പുലിമൂട്ടിലൂടെ ഇരുഭാഗത്തേക്കും പോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും അപകടങ്ങൾ പതിവാണെന്നും തൊഴിലാളികൾ മന്ത്രിയെ ബോധിപ്പിച്ചിരുന്നു. പുലിമൂട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതു പ്രതിസന്ധിയുണ്ടായിട്ടുണ്ടെങ്കിലും 3 മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ജനുവരി 3-ാം വാരത്തിൽ തുറന്നുകൊടുക്കുമെന്ന് ഉറപ്പു നൽകുകയാണെന്നും മന്ത്രി അറിയിച്ചു. മാലിന്യങ്ങൾ സംഭരിക്കാനുള്ള പ്രത്യേക സംവിധാനം ഇവിടെ ഉണ്ടാവും. വിനോദസഞ്ചാരത്തിന് ഏറെ പ്രാധാന്യമുള്ള മേഖലയാണിത്. അതിനാൽ തദ്ദേശീയരായവരെ ഉൾപ്പെടുത്തി വിനോദസഞ്ചാര മേഖലയിൽ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കും. 50 മീറ്ററിൽ താഴെയുള്ള അകലത്തിൽ മാത്രമാണ് കസബയിലെ മത്സ്യത്തൊഴിലാളികളുടെ വീടുള്ളത്. തീരദേശ മേഖലയിൽ നടപ്പാക്കേണ്ട വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. കസബയിലെ അനധികൃത മണലെടുപ്പ് തടയുന്നതിനായി തിരുവനന്തപുരത്ത് റവന്യൂ തുറമുഖ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി അറിയിച്ചു.
കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ ചന്തു ഓഫീസർ മെമ്മോറിയൽ വോളിബോൾ അക്കാദമി 2ാം വർഷത്തിലേക്ക്. അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടിയ നിരവധി കുട്ടികൾക്ക് ഇതിനകം ജില്ലാ ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കിനാനൂർ റോഡ് ചന്തു ഓഫീസർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കീഴിലാണ് വോളിബോൾ അക്കാദമിയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ജില്ലയിൽ വോളിബോൾ പ്രചരിപ്പിക്കുന്നതിനും കുട്ടികളെ വോളിബോൾ രംഗത്തേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായ ചന്തു ഓഫീസറുടെ സ്മരണാർത്ഥമാണ് അക്കാദമി പ്രവർത്തിക്കുന്നത്. അക്കാദമിയുടെ രൂപീകരണം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയാകുന്നുവെങ്കിലും സംരംഭം ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഇതിന്റെ നേട്ടം വെളിവാക്കുന്നു. ഓരോ വർഷവും 20 കുട്ടികൾക്കാണ് അക്കാദമിയിൽ പ്രവേശനം നൽകുന്നത്. പരിശീലനം 3 വർഷം നീണ്ടു നിൽക്കും. ഈ 3 വർഷം കൊണ്ട് പരിശീലനം പൂർത്തിയാക്കുന്ന കുട്ടികളെ ജില്ലാ, സംസ്ഥാന, ദേശീയ ടീമുകളിലേക്ക് എത്തിക്കുക എന്നതാണ് അക്കാദമിയുടെ ലക്ഷ്യം. ഒരു വർഷക്കാലമായി ഞങ്ങൾ നല്ലൊരു പ്രവർത്തനമാണ് ഈ വോളിബോൾ രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ല സാമ്പത്തിക ബാധ്യത, ഒരു മാസം 40,000 രൂപയോളം ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഫണ്ടുകളൊന്നും ലഭിച്ചിട്ടില്ല. കുറേ ആപ്ലിക്കേഷൻ ഹർജികൾ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നല്ലവരായ നാട്ടുകാരും വോളിബോൾ പ്രേമികളുള്ള ആൾക്കാരാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2015 തന്നെ 7 കുട്ടികളെ ഞങ്ങൾ സംസ്ഥാന തലങ്ങളിൽ പങ്കെടുത്ത് നല്ല പ്രകടനം കാഴ്ചവെച്ചു. ഇപ്രാവശ്യം മിനി യൂത്ത് ചാമ്പ്യൻഷിപ്പ്, സ്കൂൾ സോണൽ മത്സരങ്ങളിലെല്ലാം നമ്മളെ 7 കുട്ടികൾ പങ്കെടുത്തു. അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷം തന്നെ 8 കുട്ടികളെ ജില്ലയ്ക്ക് വേണ്ടി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. ഈ വർഷം ഇതുവരെ 7 കുട്ടികളും ജില്ലയുടെ ജേഴ്സി അണിഞ്ഞു. ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു വോളിബോൾ പരിശീലന കേന്ദ്രമാവാൻ അക്കാദമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വോളിബോൾ പരിശീലന കേന്ദ്രമാക്കി ചന്തു ഓഫീസർ മെമ്മോറിയൽ വോളിബോൾ അക്കാദമിയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. NIC കോച്ച് ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ സഹപരിശീലകനായ ബാലകൃഷ്ണന്റെ സഹായത്തോടെയാണ് പരിശീലനം. നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ടെങ്കിലും ചില പരിമിതികളും അക്കാദമി അലട്ടുന്നുണ്ട്. കോച്ചുകളുടെ ശമ്പളം, കുട്ടികൾക്കായുള്ള ലഘുഭക്ഷണം എന്നിവയടക്കം ഒരു വർഷം 3.5 ലക്ഷത്തോളം രൂപ ചിലവാകുന്നു. പഴയ കളിക്കാരും കായിക പ്രേമികളായ നാട്ടുകാരും സഹകരിക്കുന്നതുകൊണ്ട് ഒരുവിധം ഒത്തുപോകുന്നു. സ്റ്റേഡിയവും സ്വന്തം കെട്ടിടവുമാണ് അടുത്ത ലക്ഷ്യം. MP, MLA, ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലാണ് പ്രതീക്ഷ. മുൻ വോളിബോൾ താരവും വോളിബോൾ അസോസിയേഷന്റെ മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന VV വിജയമോഹനാണ് നിലവിലുള്ള അക്കാദമിയുടെ പ്രസിഡന്റ്. മുൻ വോളിബോൾ താരം CV സന്തോഷ് കുമാർ സെക്രട്ടറിയും CV രാജൻ ട്രഷററുമായി പ്രവർത്തിക്കുന്നു. റേഷൻ കടകളിൽ അരിയും മറ്റ് സാധനങ്ങളും ലഭിക്കാതായതോടെ സാധാരണക്കാരായ ഉപഭോക്താക്കൾ തീരാ ദുരിതത്തിലായി. പല റേഷൻ കടകളിലും അരി വിതരണം നിലച്ചിട്ട് 1 മാസമാകുന്നു. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്ന് കേന്ദ്ര റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കാത്തതിനെ തുടർന്ന് APL അരിയുടെ വിഹിതം 3 ഇരട്ടിയായി വർദ്ധിക്കാനാണ് സാധ്യത. മണ്ണെണ്ണ വിതരണവും ഗണ്യമായി കുറയും. ഭക്ഷ്യസുരക്ഷയുടെ പേരിൽ റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംയുക്ത സമരസമിതി ഒക്ടോബർ 24-ന് റേഷൻ കടകൾ അടച്ചിട്ട് നിയമസഭാ മാർച്ച് നടത്തുകയാണ്. ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം റേഷൻ അനുവദിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അതേസമയം കേരളത്തിന്റെ റേഷൻ വിഹിതം വെട്ടിക്കുറക്കാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തിനെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങണമെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാള മാധ്യമ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി മാതൃഭാഷ അവകാശ ജാഥയ്ക്ക് തുടക്കം. അവകാശ ജാഥ സംഘടിപ്പിക്കുന്നത് ഐക്യ മലയാള പ്രസ്ഥാനം. കാഞ്ഞങ്ങാട് ബ്ലോക്ക് ക്ഷീരസംഗമത്തിന് സമാപനം. സംഗമം ഉദ്ഘാടനം ചെയ്തത് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. ത്രിവേണി കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കേരളീയ സമൂഹത്തിൽ സമാന്തര കോളേജുകൾക്ക് നിർണായക സ്ഥാനമാണുള്ളതെന്ന് ഉദ്ഘാടകൻ മന്ത്രി E. ചന്ദ്രശേഖരൻ. വികലാംഗർക്കും സ്ത്രീകൾക്കുമായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ സംഘടിപ്പിച്ചത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റും പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായി. കാസർഗോഡ് മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ. വിശദമായ റിപ്പോർട്ട് നൽകാൻ മന്ത്രിയുടെ ഉത്തരവ്. കോടോംബേളൂരിൽ യുവതി തലക്കടിയേറ്റു കൊല്ലപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അറസ്റ്റിൽ. അമിത വേഗത നിയന്ത്രിക്കാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയിൽ 10 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഉത്തരവായി. ക്യാമറ സ്ഥാപിക്കുന്നത് കെൽട്രോണിന്റെ സഹായത്തോടെ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.